ഹലോ, അനമാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എൻ്റെ മുഖത്ത് ഇത്രയും സന്തോഷം? ഞാൻ എന്തിനാണ് ഇത്രയും തുള്ളുന്നതെന്നായിരിക്കുമല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അതെ, സ്റ്റാൻഡ് വാങ്ങി ഗൈസ്. സ്റ്റാൻഡ് ഇന്ന്, അതായത് ഞായറാഴ്ച രാവിലെ സ്റ്റാൻഡ് വന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സൺഡേ കിച്ചൺ വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഫുള്ള് കിച്ചണിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സൺഡേ കിച്ചൺ ഡ്യൂട്ടീസാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ചേട്ടായി രാവിലെ പോയിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മീനൊന്നും ഇല്ലായിരുന്നു, മീനിനൊക്കെ ഭയങ്കര വില. മീനില്ലായിരുന്നു. പിന്നെ ബീഫാണെങ്കിൽ അതിനെക്കാട്ടി വില, ചിക്കനാണെങ്കിൽ അതിനെക്കാട്ടി വില. പിന്നെ ഒരു ചെറിയ കോഴീനെ വാങ്ങിച്ചു കൊണ്ടുവന്നു. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ വേണമായിരുന്നു, സവാള വേണമായിരുന്നു, അതിന് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ ഞാൻ പാത്രം കഴുകാൻ ഉണ്ടായിരുന്നു കേട്ടോ. കാപ്പി കുടിച്ച പാത്രങ്ങൾ അങ്ങനെ ഇട്ടിരുന്നു. അതെടുത്ത് കഴുകി വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാമെന്ന് ചോദിച്ചു. കാരണം ഇവിടെ വെച്ചിട്ട് വേണ്ടേ, വാഷ് ബേസിനിൽ വെച്ചിട്ട് വേണ്ടേ നമുക്ക് ചിക്കനൊക്കെ കഴുകി എടുക്കാൻ. ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് പാത്രമൊക്കെ ഒന്ന് കഴുകി അവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ചിക്കൻ കറി സമാധാനത്തോടെ വെക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടാ വണ്ടി കഴുകാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ വണ്ടി കഴുകാനായിട്ട് ഒരു തുണി കീറി എടുക്കണമായിരുന്നു. അങ്ങനെ അതും കൊണ്ട് വന്ന് അങ്ങനെ അച്ഛനും മോനും കൂടെ വണ്ടി കഴുകലിൻ്റെ ദൗത്യത്തിലോട്ട് ഇറങ്ങി ചെന്നിരിക്കുകയാണ്. മോനവിടെ നിന്ന് ഭയങ്കര ആ തുണി വെച്ചിട്ട് ഭയങ്കരമായിട്ട് തേക്കുമായിരുന്നേ. അത് ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ ആ കതവൊന്ന് തുറന്നിട്ടത്. സാധാരണ ആ കതവ് തുറക്കാറില്ല, ബാക്ക് വശം ആയതുകൊണ്ട് തുറക്കാറില്ല. അവിടെ കുറേ കല്ലും പോച്ചയൊക്കെ കയറി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറേ സമയത്തിന് അവിടെ നിൽക്കുമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് തുറന്നിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ കഴുകി വെക്കണം. ഇനി കുറേ പരിപാടികളുണ്ട്. പിന്നെ നമുക്ക് മല്ലി പൊടിച്ചെടുക്കണം. മല്ലി പൊടിപ്പിച്ചില്ല. ഞാൻ വിചാരിച്ചു നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പൊടിപ്പിക്കുന്നതാണ് നമുക്ക് മസാല പൊടിപ്പിക്കാൻ, കുരുമുളക് പൊടിക്കാൻ, മല്ലി, മുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊടിക്കാനായിട്ടൊരു ചെറിയ മിക്സി പോലത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഒരൊറ്റ ജാറിൽ മിക്സി ഉൾപ്പെടെ വരുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിട്ട് പൊടിച്ചെടുക്കണം. അങ്ങനെ ചിക്കനൊക്കെ കഴുകി ഫ്രൈ ചെയ്യാനുള്ളത് കുറച്ച് മാറ്റി, കറിക്കുള്ളത് കുറച്ച് മാറ്റി എടുത്തിട്ടുണ്ട്. അപ്പം അതിനുശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച് ഇതിടും കേട്ടോ. നമ്മുടെ ചിക്കൻ മസാല ഉണ്ടല്ലോ, ചിക്കൻ മസാല ഉപ്പും ഇട്ടിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ട്, ഇതിൽ ഓൾറെഡി ഞാനിതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച സാധനം കേട്ടോ, പൊടിപ്പിക്കുന്ന സാധനം. അപ്പോൾ അതിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് ഗരം മസാല ഇടുന്നില്ല, കാരണം ഗരം മസാല നമ്മുടെ കറിക്കുള്ള ഗരം മസാല കുറച്ച് ഇരിപ്പുള്ളൂ. അപ്പോൾ അത് കറിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ മസാല അതുകൊണ്ട് കുറച്ചിട്ടു. അങ്ങനെ അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് ചിക്കൻ പുരട്ടി വെക്കാം എന്ന് വിചാരിച്ചു. വലിയ ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ കൊള്ളാം എന്നാണ് അങ്ങനെ ഞാൻ നോക്കുന്നത്. രണ്ടുപേരോട് അവിടെ നിന്ന് ഭയങ്കര കഴുകൽ കേട്ടോ. ഒരാളാണെങ്കിൽ ഭയങ്കര വെള്ളം മുക്കുന്നു, തുടച്ചിരിക്കുന്നു വണ്ടി. അച്ഛൻ കഴുകും പോലെ കഴുകുന്നു. അപ്പോൾ അതാണ് ഞാൻ നോക്കിക്കൊണ്ടിങ്ങനെ നിന്നത്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ പുരട്ടി വെച്ചിട്ട് വേണം നമ്മുടെ സവാള വഴറ്റാൻ. സവാള വഴറ്റിയിട്ട് നമുക്ക് കറി പെട്ടെന്ന് വെക്കണം. സൺഡേയും കൂടെ ആയതുകൊണ്ട് ഓൾറെഡി നമ്മൾ താമസിച്ചാണ് എണീറ്റത്. അപ്പോൾ അല്ലെങ്കിൽ താമസിച്ച് എണീക്കുന്നത് പിന്നെ പറയണ്ടല്ലോ, സൺഡേയും കൂടെ ആണെങ്കിൽ. അപ്പോൾ അതൊന്ന് മസാല പിടിക്കാനായിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കറിയിലേക്കുള്ള പരിപാടികൾ നോക്കാം. അപ്പം ഈ ഉരുളിയിലാണ് ഞാൻ ചിക്കൻ കറി വയ്ക്കുന്നത്. ചേട്ടായി കറി വയ്ക്കുന്ന ഇതിലല്ല കേട്ടോ, വേറെ സ്റ്റീലിൻ്റെ പാത്രമുണ്ട്, ഒരു ഉരുളി, അടപ്പ് ഉൾപ്പെടെയുള്ള. ഞാനത് എടുക്കാറില്ല, അത് പെട്ടെന്ന് അടി പിടിക്കും. ഇങ്ങനെ ഇളക്കി ഇരിക്കണം. ഇതാകുമ്പോൾ ആ പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഇനി പെട്ടെന്ന് കറി വയ്ക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ വൻപയർ ഉണ്ടല്ലോ, വൻപയർ വെച്ചിട്ടൊരു തോരനും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. നീലൂട്ടൻ എന്തെങ്കിലും വേണമല്ലോ നല്ല ഇതായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് തോരൻ വെക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇത് വേവാനായിട്ട് വെച്ചിട്ട് വേണം തോരൻ വെക്കാനായിട്ട്. അപ്പോൾ രാവിലെ ഞാനൊരു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നീലൂട്ടന് കൊടുക്കാനായിട്ട്. അപ്പോൾ അതെടുത്തിട്ട് അവർ വണ്ടിയൊക്കെ കഴുകിയിട്ട് വന്ന് നീലൂട്ടനെ കുളിപ്പിച്ച് സുന്ദരനാക്കി നിർത്തിയേക്കുമായിരുന്നു. അപ്പം അവന് കുളിച്ചിട്ട് വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ട ഇവിടെ റെഡിയാക്കി വെച്ചു. അവർ കയറി വരുമ്പോൾ കൊടുക്കാം ഇനി അങ്ങനെ. അപ്പോൾ ഇത് ഇടയ്ക്ക് ഇളക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്തുനിന്ന് നമ്മുടെ കുരുമുളക് പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിലോട്ട് നമുക്ക് ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് വല നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ എന്തോ. അങ്ങനെ മല്ലി ഇട്ടിട്ടുണ്ട് കേട്ടോ. മല്ലി ഇനി പൊടിച്ചെടുത്തോണ്ട് വരാം.
ഫ്രിഡ്ജിൻ്റെ മേളിലൊക്കെ വെച്ചിട്ടാണ് പൊടിക്കുന്നത് കേട്ടോ. ആ സ്റ്റൂളിൽ വെക്കാനായിട്ട് ഇതിൻ്റെ വയറിന് നീളമില്ല. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി മല്ലിപ്പൊടി ഇട്ട് വെക്കുന്ന പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അങ്ങനെ അപ്പോൾ സ്റ്റാൻഡ് വാങ്ങിച്ചതുകൊണ്ട് ഭയങ്കര ഉപകാരമായി കേട്ടോ. സ്റ്റാൻഡ് ഒരിടത്ത് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഇങ്ങനെ മറിഞ്ഞ് വീഴുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. അല്ലാത്തപ്പോഴാണെങ്കിൽ എൻ്റെ ഫോൺ എത്ര പ്രാവശ്യം താഴെ വീഴുമെന്നറിയാവോ. അങ്ങനെ മല്ലിയും പൊടിച്ച് വെച്ചു. ഇനിയൊന്നുമില്ല. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നേരത്തെ പേസ്റ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചതിരിപ്പുണ്ട്. അപ്പോൾ അതാണത് അവിടെ ഒരു കുഞ്ഞ് ഐസ്ക്രീം ടിന്നിരിക്കുന്നുണ്ടോ മല്ലിപ്പൊടിയുടെ അടുത്ത്, അതാണ് ദത്. അപ്പോൾ അങ്ങനെ ഇനി സവാള ഒന്ന് വഴണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ 3 തക്കാളി ഇരിപ്പുണ്ടായിരുന്നു. തക്കാളി ലാസ്റ്റ് സെക്ഷനാട്ടോ, തീർന്നു. അപ്പം തക്കാളിയും കൂടെ അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ വഴണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് തക്കാളി നേരെ അങ്ങിടാമല്ലോ. അപ്പോൾ അന്നേരം വെപ്രാളം പിടിക്കണ്ട. ഞാൻ ഒരുപാടുണ്ട്, വീഡിയോ എടുത്ത് വന്നപ്പോഴും ഒരുപാട് ലെങ്ത്തായിപ്പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഓരോ പാർട്ടായിട്ട് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട്, എന്നിട്ടും കട്ട് ചെയ്ത് കളഞ്ഞിട്ടും നല്ല ലെങ്ത്ത് വീഡിയോയ്ക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സ്പീഡൊന്ന് കൂട്ടിയിട്ട്, അതാണ് ഇത്രയും സ്പീഡിൽ ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് ഇത്ര സ്പീഡൊന്നുമില്ല, ഞാനിങ്ങനെ എഴഞ്ഞ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ എന്താണ് ഇട്ടത് പറയൂ? ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് വഴണ്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കടുകുറ ആക്കി എടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നീലൂട്ടനെ നീലൂട്ടാന്ന് വിളിച്ച് അപ്പോൾ ഓടി വന്നപ്പോൾ ഞാൻ ആ മുട്ട എടുത്ത് കയ്യിലോട്ട് കൊടുത്തു. അതും കൊണ്ട് പോയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കടിച്ച് തിന്നോളും. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേനും ഇതിനകത്തോട്ട് നമ്മൾ എന്തിട്ടു, തക്കാളി ഇട്ടു. തക്കാളിയും കൂടി ഒന്ന് വഴണ്ട് വരട്ടെ. അത് ഞാൻ തക്കാളി നല്ലതായിട്ടൊന്ന് വഴണ്ട് വരാനായിട്ട് ഞാൻ എന്തെന്നറിയോ, ഒന്ന് അടച്ച് വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. അപ്പം നല്ല കുഴഞ്ഞ് വരും. കുഴഞ്ഞ് വന്നാൽ തക്കാളിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ ചിക്കൻ കറിയിലോട്ട് അങ്ങോട്ട് വരത്തുള്ളൂ. അതാണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചോറ് വെക്കണം. ചോറിൻ്റെ പരിപാടി ഇതുവരെയും തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളം വെച്ചു. വെള്ളം തിളച്ച് വരാറായപ്പോഴത്തേനും ചോറിട്ടെന്ന് എന്തൊക്കെയാണെന്നോ പറയുന്നത്, അരി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പരിപാടി ഏകദേശമൊക്കെ ആവാറായിട്ടുണ്ട്. ഇനി തോരൻ വെക്കണം. തോരൻ്റെ കാര്യം മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ ഒരുമാതിരിയൊക്കെ ആയിട്ടുണ്ട്, ഒന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിനി പൊടികളൊക്കെ ഇടാനുള്ളത്. പൊടികളെല്ലാം ഇടുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ഇടും, ഒരു ഊഹം വെച്ചിട്ട് അങ്ങ് ഇടും ഞാൻ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവ് പോലെ എനിക്ക് തോന്നി. അപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു. എന്നാലേ കറിക്കൊരു ഒരു ഗുമ്മ കിട്ടത്തുള്ളൂ. ചേട്ടായി ഒഴിക്കുന്ന വെളിച്ചെണ്ണയുടെ കണക്ക് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, എടുത്തങ്ങ് കമത്തും. അതിൻ്റെ 7 അയലൊക്കത്ത് വരത്തില്ല എൻ്റെ ചിക്കൻ കറി. അപ്പോൾ നമ്മുടെ അരി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അത് റേഷൻ അരി ആയതുകൊണ്ട് പെട്ടെന്ന് വേവും കേട്ടോ. അതുകൊണ്ട് പിന്നെ പേടിക്കണ്ട, ഗ്യാസ് പെട്ടെന്ന് തീരുമോ എന്ന് ഭയപ്പെടേണ്ട ആവശ്യം നമുക്ക് ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പൊടികളിടുക കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെന്താണ് ഇടുന്നത്, മഞ്ഞൾപ്പൊടി, മസാല ഇട്ടിട്ടുണ്ട്. ചിക്കൻ മസാലയും കുരുമുളക് പൊടി ഇപ്പോൾ ഇട്ടില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇടുന്നത്. ചിക്കൻ മസാല ഇടുന്നത് ഞാൻ ഇതിലോട്ട് നമ്മുടെ ചിക്കൻ ചേർത്ത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് തിളച്ച് കഴിയുമ്പം ചിക്കൻ മസാല ചേർത്ത് ഒന്നും കൂടി നല്ല അടച്ച് നല്ല ചെറിയ തീയിൽ വേവിച്ചെടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. കുരുമുളക് പൊടി ചേർത്തു. ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സായി കഴിഞ്ഞപ്പം കുരുമുളക് പൊടി ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ ചിക്കൻ കുട്ടികളെ ഇതിലേക്ക് പെറുക്കിയിടാം. പെറുക്കിയല്ലേ വാരി ഇടുക. അങ്ങനെ അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഇതൊന്ന് നല്ലതായിട്ട് മിക്സാക്കി എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതിലെ വെള്ളം കുറച്ചൊന്ന് ഊറി വരാനായിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എനിക്കന്ന് ഇങ്ങനെ പറയാനും അറിയത്തില്ല, ചെയ്യുന്ന കാര്യങ്ങൾ പറയും, അല്ലാതെ വായിട്ടലയ്ക്കാൻ എനിക്കറിയത്തില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്.
അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വെള്ളം ഒന്ന് ഊറി വരട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വിശന്നു ഗൈസ്. ഞാൻ രാവിലത്തെ ദോശയായിരുന്നത് എടുത്ത് കഴിക്കുക. ദോശയും ചമ്മന്തി കൂട്ടി കഴിച്ചപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. അപ്പോൾ ഞാൻ പഞ്ചസാര എടുത്തിട്ട് പഞ്ചസാരയും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ഒഴിക്കും കേട്ടോ. അപ്പോൾ ഫോണിൽ സംസാരിക്കുക. എൻ്റെ ഫോണിൽ കിട്ടാത്തത് കൊണ്ട് അമ്മ ചേട്ടായിയുടെ ഫോണിൽ വിളിച്ച് അങ്ങനെ ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക അമ്മയോട്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തീ കൂട്ടിയിട്ട് കേട്ടോ. തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചിക്കൻ മസാല ചേർക്കാനായിട്ട്. അപ്പോൾ ഇനി അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്, വെന്തില്ല. തിളച്ച് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വാക്ക് പാലിച്ചു ഗൈസ്. ചിക്കൻ മസാല മുറഞ്ച ഞാൻ ചേറിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് നല്ലതായിട്ട് മിക്സ് ആക്കി എടുക്കണം. തീ കുറച്ചിട്ടു കേട്ടോ. തീ കുറച്ചിട്ടില്ലെങ്കിൽ നല്ല തിളച്ച് വരുന്നതുകൊണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ കയ്യിൽ തെറിക്കും. അതുകൊണ്ട് ഞാൻ തീ കുറച്ചിട്ടു. അപ്പോൾ ഉപ്പ് നോക്കി, ഉപ്പില്ല. ഉപ്പ് നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പിട്ട്, ഞാൻ അത് പറഞ്ഞില്ലല്ലേ, സോറി കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. ഇപ്പോൾ ഉള്ളി വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടണമായിരുന്നു. ഉപ്പ് ഒട്ടുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും കൂടി ഉപ്പൊക്കെ നോക്കി. അപ്പോൾ കുഴപ്പമില്ലയെന്ന് തോന്നി. അങ്ങനെ ഞാൻ അടച്ചു വെച്ചിട്ട് തീ കുറച്ച് വെച്ചു. ഇനി അത് അവിടെ നിന്ന് വരട്ടെ. അപ്പോഴത്തേനും നമ്മുടെ ചോറ് ഇവിടെ വെന്തു ഗൈസ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അത് ഊറ്റാനായിട്ട് കണ്ണാപ്പ പാത്രത്തിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പയർ വേവിക്കണം. പയർ വേവിക്കാനായിട്ട് കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് പയറും ഒരു ശകലവും കൂടെ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇന്നത്തേനും നാളത്തേനും ആണേ ദീർഘവീക്ഷണം. അപ്പോൾ നാളെ വേറെ തോരനൊന്നും വെക്കണ്ടല്ലോ, അപ്പോൾ ഇത് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വെച്ച് നമ്മളിനി പയർ വേവിച്ചെടുക്കാൻ പോവാം. പയർ വേവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ എനിക്ക് വരുന്ന മിസ്റ്റേക്ക്, എത്ര വിസിൽ വേണമെന്നറിയില്ല. പിന്നെ ഞാനൊരു ഊഹം വെച്ചൊരു 3 വിസിലാക്കി. കറക്റ്റ് വേവായിരുന്നു കേട്ടോ. ദൈവം എന്നെ ചതിച്ചില്ല. അങ്ങനെ ചിക്കൻ കറി ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുത്തിട്ട് അടച്ച് വെച്ച് ഒന്നും കൂടി അവിടെ ഇരുന്നാവട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് തോരന് തേങ്ങ ചതയ്ക്കണമല്ലോ. അപ്പോൾ തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുക കേട്ടോ. തേങ്ങ തിരുമ്മി കഴിഞ്ഞിട്ടാണ് ഞാൻ നഗ്നമായി മനസ്സിലാക്കിയത് നമുക്ക് പച്ചമുളകില്ല ഗൈസ്. അപ്പോൾ ഞാൻ എന്തോ ചെയ്തു, നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊരു 2-3 മുളക് തൈ നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു 3 മുളകുണ്ടായിരുന്നു. അതിങ്ങി പറിച്ചുകൊണ്ടൊന്നും വലിയ എരിയൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഒരു ടേസ്റ്റിനും മണത്തിനും വേണ്ടി ചേർത്തതാണ്. അപ്പോൾ വെളുത്തുള്ളി, ഈ ജീരകം, പച്ചമുളക് ഇതെല്ലാം ഇട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയർ ഇവിടെ വെന്തു. മറ്റേ അതിൻ്റെ വിസിലൊക്കെ എന്താ പറയാന് എന്തോ അതൊക്കെ പോയി, അതൊക്കെ പോക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പയറും കൂടെ ഊറ്റിയെടുക്കാം. പയർ ഊറ്റി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യണമെന്നറിയോ? ഈ ശ്വാസം മുട്ടുന്നു ഗൈസ് സംസാരിച്ച്. അപ്പോൾ ഇനി ചീനച്ചട്ടിയിലോട്ടുള്ള പരിപാടിയാണ്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു, കടുക് വറുത്തു, പയറിട്ടു, അരപ്പിട്ടു, ഉപ്പിട്ടു, അങ്ങനെ ആകെ ബഹളമാവും. ഇപ്പം ഞാനിതെവിടെ പോയി? എണ്ണ ഒഴിച്ചിട്ട് കടുക് എടുക്കാൻ പോയതാണെന്ന് തോന്നുന്നു. കടുകിട്ടു. അതിനി അവിടെ നിന്ന് ചറവറ പൊട്ടട്ടെ. കടുക് വറ. മുളകൊക്കെ ഇട്ട് കേട്ടോ. അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി പയറിട്ടു, അരപ്പിട്ടു, നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിടണം. എന്തൊക്കെ പരിപാടിയുണ്ട്. അടപ്പിനകത്തെ പോലെ അരിപ്പ് കളയാൻ പാടില്ല. ഉപ്പിട്ടു. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചേ, ഉപ്പിട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് ആവിയേറ്റെടുക്കണം. അപ്പോഴത്തേനും നമ്മുടെ തേങ്ങയുടെ പച്ച ചവയൊക്കെ ഒന്ന് മാറി നമ്മുടെ തോരൻ്റെ പരുവത്തിലായി വരും. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ചേട്ടായിക്കും ഇഷ്ടപ്പെട്ടു. സാധാരണ അങ്ങനെ തോരനൊന്നും ആൾ കഴിക്കാൻ മടി കാണിക്കുന്ന കൂട്ടത്തിലാണ്, പക്ഷേ ഇത് കഴിച്ചു കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ വെന്തോന്ന് നോക്കാനായിട്ട് എടുത്ത് വെച്ചു. പിന്നെ ഉപ്പ് നോക്കാനായിട്ട് ചേട്ടായി വിളിച്ചു. ചേട്ടായി കുളിച്ചിട്ട് വന്നതേ ഉള്ളായിരുന്നു. അപ്പം അങ്ങനെയേ ഞാൻ വിളിച്ചു ഉപ്പ് നോക്കാൻ. അങ്ങനെ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. ചിക്കൻ കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ടായിരുന്നു.
അപ്പോൾ അത് തിരിച്ച് വെച്ച് ചെറിയ തീയിൽ പിന്നെ ഒന്നും കൂടി ആക്കിയിട്ട് നമ്മുടെ തോരൻ അപ്പോഴത്തേനും ഇവിടെ റെഡി ആയിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ തോരൻ എല്ലാം കോരി ഞാൻ വേറൊരു പാത്രത്തിലോട്ട്, നല്ല ഭംഗിയുള്ള പാത്രത്തിലോട്ട് മാറ്റി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി എന്താണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് അതെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യണം. അപ്പോൾ ബാക്കി എണ്ണ പൊട്ടിച്ച് ഞാൻ നേരെ നമ്മുടെ ചട്ടിയിലോട്ട് അങ്ങ് ഒഴിച്ചു, അതായത് ചീനച്ചട്ടിയിലോട്ട് അങ്ങ് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് കുപ്പിയിലോട്ടാക്കി അങ്ങനെ അവിടെ കുത്തിച്ചാരി വെച്ചിട്ടുണ്ട്. താഴെ വീഴില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാനങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നീലൂട്ടൻ ഉറക്കമൊക്കെ വന്ന് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ അതിനിടയ്ക്ക് ചേട്ടായി നാരങ്ങ വെള്ളം കലക്കാമെന്ന് പറഞ്ഞിട്ട് അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു സെറ്റ് അങ്ങോട്ട് എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നീലൂട്ടൻ വന്നിട്ട് വിളി തുടങ്ങി, അന്നമ്മ 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 എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്ക് അവൻ്റെ അടുത്തോട്ട് പോകേണ്ടി വന്നു. പിന്നെ ബാക്കി പരിപാടികളൊക്കെ ചെയ്തത് ചേട്ടായിയാണ് കേട്ടോ. ഇനി അതിനു മുമ്പ് ഞാൻ കറിയൊക്കെ കോരി മാറ്റി നമ്മുടെ കഴിക്കാനുള്ള പരുവത്തിനാക്കി വെക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഹോട്ടലാണല്ലോ, അങ്ങനെയൊന്നുമല്ല. നമ്മൾ കഴിക്കാനായിട്ട് എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കോരി കഴിക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് പിന്നെയും ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലോട്ട് വരേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ചിക്കൻ ഒന്ന് ആയി വന്നപ്പോഴത്തേനും ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു, മുരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും എനിക്ക് പോകേണ്ടി വന്നു ഗൈസ്. അപ്പോൾ ചേട്ടായി അങ്കത്തട്ടിലോട്ട് കയറും. എന്ത് ഇതുവരെയും കയറിയില്ല, ഞാൻ തന്നെ ആണല്ലോ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. ചേട്ടായിനെ എല്ലാം ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി. ബാക്കി പണിയൊക്കെ ചേട്ടായിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടായി പറഞ്ഞു ഇത് ഓഫ് ചെയ്യാം, എന്തിനാ എന്നെ എടുക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ നിന്ന് റെക്കോർഡ് ആയിക്കോട്ടെ, കുഴപ്പമില്ല, നല്ലല്ലേ, വീഡിയോ ആക്കി എടുക്കാം, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ പക്കാക്കി എടുത്തേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ചേട്ടായി ഇത് കോരി എടുത്തു. ഇനി അത്ര മതി കേട്ടോ, 2 കാലും 2 പീസും അത് മതി നമുക്ക് 3 പേർക്കായിട്ട്. പിന്നെ കറി ഉണ്ടല്ലോ, ബാക്കി നമുക്ക് വൈകിട്ടത്തേനെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ട് നമുക്ക് പുട്ടെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ പുട്ടിന് ഫ്രൈ ആക്കി എടുക്കാം എന്നാണ് കരുതിയത് മാത്രമല്ല എങ്ങനെയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വലിയ വീഡിയോ കേട്ടോ, ഒരു 10-24 മിനിറ്റ് കൂടുതലുള്ളൊരു വീഡിയോ ഇന്നത്തെ. അപ്പം സൺഡേ വ്ളോഗ് ആയതുകൊണ്ട് ഇത്തിരി വലിയ വീഡിയോ ആവും, അതെനിക്കറിയാം. അപ്പം അതെല്ലാം അടച്ച് വെച്ചിട്ട് ചേട്ടാ അങ്ങോട്ട് വരുന്നുണ്ട്. സാധനങ്ങളെല്ലാം എടുത്തു ഞങ്ങൾ കഴിക്കാനായിട്ട് പോകട്ടോ. അപ്പോഴത്തേനും സ്റ്റാൻഡ് കണ്ടപ്പോഴത്തേനും നീലൂട്ടൻ പിന്നെ സ്റ്റാൻഡിൻ്റെ മുമ്പിൽ, വീഡിയോയുടെ മുമ്പിൽ കിടന്ന് ഭയങ്കര ഡാൻസായിരുന്നു, ഭയങ്കര ഡാൻസ് കളി മേളമൊക്കെ ആയിരുന്നു. ഇപ്പോൾ കാണാം നീലൂട്ടൻ്റെ കലാവിരുതുകൾ. അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാന്നേ. ഇതാണ് കാണിക്കുന്നുണ്ട, തന്നെ ഓരോ പാട്ടൊക്കെ പാടിയിട്ട് വീഡിയോയിൽ തന്നെ കാണുന്നത് കൊണ്ടുള്ള സന്തോഷമേ, ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ കാണുമ്പോൾ. ഭയങ്കര ഡാൻസും പാട്ടും മേളവും. അതിൻ്റെ ഇടയ്ക്ക് ചോറ് കഴിപ്പിക്കാനാണ് പാട്. പിന്നെ ഇടയ്ക്ക് ഓരോന്നൊക്കെ കള്ളത്തരമൊക്കെ പറഞ്ഞ് വിളിച്ച് കൊടുക്കും കഴിക്കാൻ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം നീലൂട്ടൻ്റെ ഡാൻസ് കാണാം ഗൈസ്. ഡാൻസും പാട്ടുമൊക്കെ കഴിഞ്ഞ് ആളിത്തിരി ക്ഷീണിച്ചു കേട്ടോ. അപ്പോൾ നേരെ കഴിച്ച് കസേരയുടെ മുകളിൽ കയറിയിട്ട് റെസ്റ്റ് എടുക്കുമെന്ന് തോന്നുന്നു.
അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. ക്ഷീണിച്ച് കിടന്ന് ചാട്ടമായിരുന്നു, അവിടെ ഭയങ്കര ചാട്ടവും മേളമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊന്ന് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് നമ്മളിതാ വൈകിട്ടത്തെ ഫുഡിൻ്റെ കാര്യത്തിലോട്ട് പോവാം കേട്ടോ. വൈകിട്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പുട്ടാണെന്ന്. അപ്പം നീലൂട്ടൻ അവിടെ കയറി ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനെ അവിടോട്ട് കയറ്റി ഇരുത്തി. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് ഓൾറെഡി ചേട്ടായി വെച്ചു കേട്ടോ. നേരത്തെ ചേട്ടായി ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ അതാണ്ട് ആ പാത്രത്തിൽ ഇരിക്കുന്നത് നീലൂട്ടൻ്റെ അടുത്ത്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയത് പറക്കി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ പറക്കി വെച്ചിട്ട് ഇതാ നമ്മുടെ ആദ്യത്തെ കുറ്റി പുട്ടായിട്ടുണ്ട്. പുട്ട് റെഡിയായി. അവിടെ സൈഡിൽ വെക്കാൻ സ്റ്റാൻഡ് വെക്കാൻ സ്ഥലം കണ്ടില്ല. അവിടെ മൊത്തം പാത്രങ്ങളും അതും ഇതുമൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പറക്കി ഒതുക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ തറയിൽ വെച്ചു സ്റ്റാൻഡ് എടുത്തിട്ടങ്ങ്. അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങൾ എടുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി നേരത്തെ മാറ്റി വെച്ചു. ഇനി നമുക്ക് അരി അരയ്ക്കാനുണ്ട്. എന്തോ അതൊക്കെ അരി അരച്ച് വെച്ചിട്ട് വേണം ഇനി കിടന്നുറങ്ങാനായിട്ട്. അപ്പം പാത്രങ്ങളൊക്കെ ചടപടേന്നൊന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ വലിയ ജോലികളൊന്നുമില്ല. അപ്പം നമ്മുടെ പയറുതോരനൊക്കെ എടുത്ത് വെച്ചു. ഇതെന്താണ് ഇങ്ങനെ ലൈറ്റ് കത്തുന്നത്? DJ ഒന്നുമല്ല ഇട്ടിട്ടേക്കുന്നത്. നമ്മുടെ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം എന്താ, ഞാൻ ഏതോ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന്. അത് ചിലപ്പോൾ മിന്നി ഇരിക്കും. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള ഉമ്മ അവിടുത്തെ ചേച്ചിയുടെ ചേട്ടൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് കുറച്ച് ബിരിയാണി ചോറും കുറച്ച് കറിയും കുറച്ച് ചിക്കൻ ഫ്രൈയും ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. നീലൂട്ടനും കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചേട്ടായിക്ക് പുട്ട് മതി, രാത്രിയിലെ കാപ്പി എന്തെങ്കിലും വേണം, അതാണ് ആളിന് ഇഷ്ടം. അപ്പം ഞങ്ങൾ രാത്രിയിൽ ഫുഡൊക്കെ കഴിക്കാൻ പോകാം കേട്ടോ. നീലൂട്ടൻ എവിടെയെന്ന് ചോദിച്ചാൽ നീലൂട്ടൻ അവിടെ അങ്ങാണ്ട് നിൽപ്പുണ്ട്. ഇപ്പോൾ വരും, നമുക്ക് വെയിറ്റ് ചെയ്യാം നീലൂട്ടൻ്റെ വരവിനായിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാം കേട്ടോ. പപ്പടം ഉണ്ടായിരുന്നു. എന്തോ അങ്ങനെ അത് കഴിഞ്ഞ് ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തുടച്ച് ഇട്ട് ക്ലീൻ ആക്കിയിട്ടിട്ട് ഞാൻ എന്തോ ഇതെന്ന് പറയുന്നു, ചേട്ടായി കാപ്പി വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ കുറച്ച് കാപ്പി ഇടാമെന്ന് വിചാരിച്ചു. കാപ്പി ഇടാനായിട്ട് വെള്ളമൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും കൂടെ വെക്കണം. അപ്പം കലത്തിലോട്ട് കുടിക്കാനുള്ള വെള്ളവും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് രാവിലെ അതിനായിട്ട് നിൽക്കണ്ടല്ലോ, തിളപ്പിക്കാനായിട്ട് നിൽക്കണ്ട. ഇതാകുമ്പം രാത്രി തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ചൂട് പോയി, അങ്ങനെ രാവിലെ ആകുമ്പോഴത്തേന് ചൂട് പോയി ഇരുന്നോളും. അപ്പോൾ ഞാൻ കാപ്പി ഇടുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. അത് നമ്മുടെ വീട്ടിനകത്ത് വെച്ചേക്കുന്ന ഒരു പ്ലാന്റ് കേട്ടോ, ചെടി. അമ്മ കൊണ്ടുവന്നിട്ട് അമ്മ തന്നെ ഒരു പാത്രത്തിലാക്കി ഇട്ട് വെച്ചേക്കുന്നത് വെള്ളത്തിൽ. ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ മാറ്റാറുണ്ട്, കാരണം കൊതുക് മുട്ടയിടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനെടുത്ത് നോക്കും. വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ട് പുതിയ നല്ല വെള്ളമൊക്കെ ഒഴിച്ച് വയ്ക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. കുടിക്കാനുള്ള വെള്ളമാണ് ഈ കൊണ്ടുവച്ചത്. ഈ കലത്തിലാണ് നമ്മൾ കുടിക്കാനുള്ള വെള്ളം വയ്ക്കുന്നത്. അതാകുമ്പോൾ നമുക്കൊരു 2 ദിവസത്തേനിരിക്കും. 2 ദിവസത്തിൽ കൂടുതൽ വെച്ചേക്കത്തില്ല വെള്ളം. അപ്പോൾ അതുകൊണ്ട് ഈ കലത്തിലാണ് നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാപ്പിയൊക്കെ ഇവിടെ റെഡിയാവുന്നു. എനിക്ക് ചായ കുടിച്ചാന്ന് തോന്നുന്നു. ഭയങ്കര ഇപ്പോൾ ചായ അഡിക്റ്റായി ഞാൻ. രാവിലെയും വൈകിട്ടും ചായ വേണം എന്നുള്ള ഒരു പരുവമായി. അപ്പോൾ ഈ വലിയ ഗ്ലാസ്സിൽ എനിക്ക് നീലൂട്ടനും ആണ്, ചെറിയ ഗ്ലാസ്സിൽ ചേട്ടായി ചായ കുടിക്കുന്നതായാലും ഈ ഗ്ലാസ്സിൽ തന്നെ. ഈ ഗ്ലാസ്സാണ് കറക്റ്റ് അളവ് ആളിൻ്റെ. അപ്പം അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ മേലൊക്കെ ഒന്ന് കഴുകി ഉടുപ്പ് നിക്കറൊക്കെ ഇട്ട് ഞങ്ങളിനി ഉറങ്ങാനായിട്ട് പോവാം. നീലൂട്ടൻ അങ്ങനെ റെഡിയാവുക കേട്ടോ ഉറങ്ങാൻ പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഒരു സൺഡേ കിച്ചൺ ഡ്യൂട്ടി ആയിരുന്നു വ്ളോഗായിട്ട് എടുത്തത്. അപ്പം ഇതൊക്കെ തന്നെയായിരിക്കും മിക്ക ഞായറാഴ്ച. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടിപൊളിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി വ്ളോഗ് കാര്യങ്ങളും നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നീലൂട്ടൻ സുന്ദരക്കുട്ടനായി. ഇനി ഞങ്ങൾ ചാച്ചി ഉറങ്ങാൻ പോവാണ്. സോക്സൊക്കെ ഇട്ടിട്ട് കേട്ടോ രാത്രി തണുപ്പായതുകൊണ്ട് കിടന്നുറങ്ങുന്നത്. കാലേ സോക്സ് ഇടും. ഫുള്ള് പാൻറ്റെല്ലാം നനച്ചിട്ടേക്കും ആയതുകൊണ്ട് ഈ
നിക്കറാണ് ഇപ്പോൾ ഇട്ടത്. അല്ലെങ്കിൽ ഫുള്ള് കവർ ചെയ്തോട്ടുള്ള ഡ്രസ്സായിരിക്കും ഇടുന്നത്. ഫുൾ കൈ ബനിയനും അല്ലെങ്കിൽ ഷർട്ടോ പാൻറ്റ് അതൊക്കെ ഇട്ടിട്ടായിരിക്കും ഞങ്ങൾ കിടന്നുറങ്ങാറുള്ളത്. പക്ഷേ ഇന്ന് എല്ലാം നനച്ചിട്ടേക്ക് വേണ്ടി ഇത് രണ്ടുമേ ഉള്ളായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.